വെറി മീൻസ് വാശി. ആ അത് തന്നെ. ഇതിന്റെ മ്യൂസിക്കാണ് ഹാൻസമർ എ റഹ്മാനും കൂടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ, നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന വേണ്ട ഇനി പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇനി വീണ്ടും വീണ്ടും പറയണോ? അണ്ണാ 15 സ്ട്രീക്ക് സ്വിച്ചിൽ എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ. അണ്ണാ ഞാൻ കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ. അതും ഇത് പറയുമ്പോ ഉണ്ടല്ലോ, ഇപ്പം KVA ഫാൻസ് ആണെങ്കിലും KVA ആൾക്കാരാണെങ്കിലും ലൈക്ക് അവര് നമ്മുടെ അടുത്ത് നന്നായിട്ട് പോകുന്നതുകൊണ്ട് ഒന്നും പറയില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് KVAക്ക് വേണ്ടി താങ്ങി പിടിക്കാൻ വേണ്ടി വേറെ കുറെ അവന്മാരാ സംസാരിക്കുന്നത്. ആ കമന്റിൽ ജസ്റ്റ് യൂട്യൂബ് കമന്റിലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കണം. അതിന് മുമ്പത്തെ കമന്റ് ആർക്കെതിരെ ഇട്ടേക്കുന്നത് എന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഈ സാധനം ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിലെല്ലാം KVA വെച്ച് പറയണത് വേറെ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് കാസ്ട്രോയ്ക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. അല്ലാതെ അത് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ വയ്യ. അണ്ണ ന്യൂ ഗേൾ ഫ്രണ്ട് സെറ്റായെന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടുപേരെ കൊണ്ടുവരുന്നല്ലടാ ഇവൻ. അല്ല നമ്മുടെയൊക്കെ ഒരു മീറ്റിങ്ങിലോ നമ്മുടെയൊക്കെ ഒരു ഇതിലോ എന്തേലും പാടാനൊക്കെ പറഞ്ഞ അയ്യോ എനിക്ക് ശബ്ദമില്ല. ബാക്കി എല്ലാ അവളുമാരുടെ അടുത്ത് പോയി കന്നഡ പാട്ട്, ഏത് മറാത്തി പാട്ട്, ഡബ്ബ് വരെ ചെയ്യും. अर्ज किया है हमने भी लिखा कुछ तेरे बारे में है, ऐसे तो लगे कि गुलाब है और ऐसे तो लगे कि गुलाब है, भागों में दिल के खिल के इन सजाओं में चाहे को है, और वैसे हम तो तेरे. ഇവനെ കൊണ്ട് ഈ പാട്ട് നമുക്ക് പാടിക്കണം കേട്ടാ. ഇവിടെ കറണ്ട് പോയേ. പത്തനംതിട്ടയിലെത്തി കറണ്ട് പോയി. और वैसे हम तो तेरे ही गुलाम हैं, बादशाह दिल की तेरी बाकी में जो तो യഥാർത്ഥത്തിലോ രണ്ട് അവർ ബാക്കപ്പ് ഇല്ലേ ബ്രോ? എന്റെ ഇവിടുത്തെ ഇൻവെർട്ടർ ഒരു 12 മണിക്കൂർ നിൽക്കും. डूबे दिलों की या ना बनूं मैं खुद तैर पाऊं ना आँखों में, शायर थी फितरत में ही डूबना के क्या ही लड़ो तूफानों से, तेरे भाले मेरे हाथों हैं. ഈ 2 മിനിറ്റും 5 സെക്കൻഡും ഇവനെ ഇരുത്തി പാടിക്കണം. പാടിക്കണം. അപ്പൊ ബാങ്ക് വിളിക്കുമ്പോൾ ഒരു സാധനം ഇടുവൻ. ഞാൻ പുറപ്പാണ് കണ്ടോ സാധനം ഇടുവൻ. വോളസിം നോക്കും. വോളസിം വേണം നമ്മൾ കണ്ട മറ്റേതല്ലേ? ഞാൻ ഒന്നും ഇല്ല, പുതുമയായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. അതിനകത്ത് പുതുമയൊന്നും ഇല്ല. പുതുമയൊന്നും ഇല്ല. പേര് ആളുടെ പേര് മാത്രം വ്യത്യാസം. ഇത് എപ്പോഴും ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ മാറി. അതിനെ കുറിച്ച് ചിന്തിച്ചാ മതി. വേറെ അത്ഭുതം ഇല്ല. ഇത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാലായിട്ട് ഇങ്ങനെ ഓരോരോ ഡ്രോയില് വരും. തലപോണ കേസൊന്നും അല്ലല്ലോ ബ്രോ. കഴിവില്ലാത്ത കണ്ടികൾ ഇത് കളിക്കില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും റോബ്ലോക്സ് കളിക്കാൻ പോടാ. ഇവനൊക്കെയാണ് മറ്റേ പണ്ടത്തെ ഇതുണ്ടല്ലോടാ, മറ്റേ മൊബൈലിൽ നമ്മൾ കളിക്കുന്ന മിനി മിൽഷ്യ. അതില് വരെ ഇവരൊന്നും ഹാക്കില്ല കളിക്കാൻ പറ്റൂല. അതില് വരെ പാമ്പ് ആപ്പിൾ വിഴുങ്ങണ ഗെയിമില്ലേ, അതില് വരെ ഇടും.
ഈ ഡാനി എനിക്കറിയാം. വാലില് മുട്ടിയാല് മറ്റേ ഇതില്ലാത്ത രീതിയിലല്ലേ ഔട്ടാവില്ല, വാലും കൂടെ തിന്നും പാമ്പ്. അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യും. ഇത് VH മെമ്പർ ആണെന്ന്. VH മെമ്പറാണ് ഇത്, ന്യൂ മെമ്പർ. ആ ഇന്നലെ കേറിയെന്തോ. കൺഗ്രാറ്റ്സ്. വാവ്, നൈസ് നൈസ് എൻട്രി ബ്രോ. ഇംപ്രസ് ചെയ്യാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. വെടിവീരനാണെന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ നിനക്കൊക്കെ നിങ്ങൾ ഈ PvP കളിക്കുന്ന പ്ലേയേഴ്സിനോടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, നാളെ ഇനി ഇവിടുന്ന് ഒരുത്തിനെ പിടിച്ചാലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഗൈസ്, കഴിവില്ലാതെ ഇത് കളിക്കരുത്. എന്തിനും ഇത് കളിക്കണേ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി? ഇത് ആരെ കാണിക്കാനാ? എടാ ഫോർ എക്സാമ്പിൾ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു പുതിയ ഗ്യാങ്ങായിട്ട് അവർ തുടങ്ങിയതാ. ആ തുടങ്ങിയ ഗ്യാങ്ങിൽ മര്യാദയ്ക്ക് കളിച്ചിരുന്ന നിനക്കൊരു എക്സ്പോഷർ കിട്ടിയാനെ. ആ എക്സ്പോഷറിന് മുമ്പിൽ ആളാവാൻ പോയി ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചിട്ടല്ലേ ഇപ്പൊ പിടി വീണത്. മര്യാദക്ക് കളിച്ചിരുന്നെങ്കിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാറുന്നല്ലോടാ നിനക്കൊക്കെ. കഷ്ടം തന്നെ, കഷ്ടം. ഒന്നേ പറയാനുള്ളൂ, ഒരേ സ്ഥലത്ത് കഷ്ടം. പിന്നെ ഇപ്പോഴും ഞാൻ പറയാണ്, ഈ ബ്ലഡിനെ അധികം റിക്രൂട്ട് ചെയ്യണത് നാശത്തിലേക്കാണ് നിങ്ങളുടെയൊക്കെ പോക്ക്. ആരോടും പൊതുവേ പറയാണ്, എല്ലാവരുടെ അടുത്തും പറയാ. ഞാൻ എന്നെ ഒരാളുടെ അടുത്തായിട്ട് പറയണതല്ല. ഒന്ന് ശ്രദ്ധിച്ചോ. നമുക്കിനി ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യമില്ലേ? നിങ്ങൾ ആരെ വേണേ എടുത്തോ, ആരെ വേണേ കളഞ്ഞോ, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ കാണേണ്ടി വരും ഇടക്കിടക്ക്. അതല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മള് കണ്ടോളാം. കുഴപ്പമില്ല. നമ്മളെ കണ്ടോളാം. എനിക്ക് ഇതിലൊന്നും സമയം കളയാൻ താല്പര്യമില്ല. ഇതൊന്നും കാണല്ലേ അണ്ണാ. Hey Maria, we are poor. Just get rid of this. We can raise him properly. Yeah, I will not let him born. I will not let him born. Doctor, I don't want him. I want to abort him. ശരത്തേട്ടൻ വന്നോ VC-യിൽ? ഹലോ. ഇല്ല ഞാൻ ചോദിച്ചാണ്. അല്ല, ഇതിനകത്ത് ഇടയ്ക്ക് സൗണ്ട് ഇതിനകത്ത് നിന്നാണോ? അതേ സൗണ്ടല്ലേ അത് ശരത്തേട്ടനാണോ ഞാൻ വിചാരിച്ചേട്ടാ. I want to abort him. No, we won't let you do. But we don't have enough money to cover his expenses. No matter what, we won't let you abort him. ഓടാ, ശരിക്കും ശരിക്കുള്ളതാ. എന്റെ അമ്മോ. എടാ അതെനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്നറിയണ സത്യമായിട്ടും. ശരിക്കും പുള്ളി അബോട്ട് ചെയ്യാൻ നോക്കിയതാ. പുള്ളിയുടെ അങ്ങനത്തെ എന്തൊക്കെ സീനൊക്കെ ഉണ്ട്. അമ്പോ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവിടുന്ന് ഇപ്പൊ എവിടെ നിക്കണല്ലേടാ? അതല്ലേ, അതാ ഞാൻ ആലോചിക്കണേ. എന്റെ അമ്മോ, റെസ്പെക്ട്. അക്കാര്യത്തിലൊക്കെ അതൊക്കെ ഇനി നമ്മളെ നിങ്ങൾ ഇനി എത്ര ഹേറ്റർ ആണെന്ന് പറഞ്ഞാലും ഗൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അടുത്തൊരു കളിയുടെ സ്പിരിറ്റിന്റെ വെളിയിൽ ആ റെസ്പെക്ട് ഒക്കെ നമ്മൾ കാണിക്കണം. അതെ. അലക്സാണ്ടർ ഫെർഗൂസൻ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് 10 മരക്കഷ്ണങ്ങളെ നൽകൂ, കൂടെ അവനെയും നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞാൻ നേടിത്തരാം. കാരണം മധ്യനിരയിൽ അയാൾ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഏത് സമ്മർദ്ദഘട്ടത്തിലും വളരെ ശാന്തനായിക്കൊണ്ട് പുൽമേടുകളിൽ ആടിപ്പടരാൻ അയാൾക്ക് സാധിക്കും. റൊണാൾഡീഞ്ഞോയും പാവൽ നെഡ്വിഡും അഴിഞ്ഞാടിയിരുന്ന മധ്യനിരയിൽ അയാളുടെ മികവിനാൽ സ്വന്തം നാമം എഴുതി ചേർക്കാൻ അയാൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. 2001 അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി യുവന്റസിൽ ആടിത്തിമർത്തുകൊണ്ട് കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് ചേക്കേറുമ്പോൾ പതിവിലും വിപരീതമായി തികച്ചും വ്യത്യസ്തമാർന്ന 5-ാം നമ്പർ ജേഴ്സി ആയിരുന്നു അയാൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് കാൽപന്ത് കളി അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള ഗലാക്റ്റിക്കോസ് എന്ന റയൽ മാഡ്രിഡിന്റെ തുറുപ്പു ചീട്ടുകളായിരുന്നു. അന്നവർക്കെതിരെ നിൽക്കാൻ ഏതൊരു ടീമും തെല്ലും ഭയന്നിരിക്കണം. 2006 അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, കഫു തുടങ്ങിയ ലോകോത്തര താരങ്ങളടങ്ങിയ കാലടിപ്പടയെ വരെ മധ്യനിരയിലെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അയാൾ വിരൽത്തുമ്പിൽ നിർത്തിയത് ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവില്ല. അന്ന് അയാളുടെ പ്രകടനം കണ്ടു നിൽക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ ഏറെ നിസ്സഹായതയോടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും ബ്രസീൽ പുറത്തായി. എന്നാൽ അതേ വേൾഡ് കപ്പിൽ തന്നെ അസൂരിപ്പടകൾക്കെതിരെ ഗോൾ നേടിയിട്ട് പോലും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു നിന്ന കളിയിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ രീതിയിൽ കളിയാക്കിയ
ബ്രസീലിയൻ സെന്റർ ബാക്ക് മാർക്കോ മറ്റരാസിയെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോലും പുല്ലുവില നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച 10 നമ്പറുകാരനെ ഇന്നും ഫ്രാൻസുകാർക്ക് മറക്കാനാവില്ല. ഒരു നല്ല എന്റെ അമ്മോ എന്താ കേട്ടത്? സിഡാൻ സീൻ. വൈകിട്ട് രോമാഞ്ചൊക്കെ വന്ന്. കളിക്കാരന് ഒരു നല്ല കോച്ച് ആവാൻ കഴിയില്ല, ഒരു നല്ല കോച്ചിന് ഒരു നല്ല കളിക്കാരനും എന്ന ഈ പഴംപുരാണം തിരുത്തി എഴുതിക്കൊണ്ട് അതേ സാന്റിയാഗോ ബെർണബ്യൂയുടെ മണ്ണിലേക്ക് അയാൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോർച്ചുഗീസ് കുന്തമണയുടെ അയാളെക്കാൾ ഭംഗിയായി മറ്റാർക്കും സാധിച്ചില്ല. അതേ കുന്തമണയെ മുൻനിർത്തി ചരിത്രത്തിലാദ്യമായ ഒരു ടീം 3 വർഷം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. വിജയത്തിന്റെ ഉച്ചകോടിയിൽ എല്ലാം നേടിയ റയൽ മാഡ്രിഡിൽ നിന്നും അയാൾ വീണ്ടും പടിയിറങ്ങി. എന്നാലും ഇന്നും കാൽപന്ത് കളി അയാളെ പിന്തുടരുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവിനായി ഗലാക്ടിക്കോസിലെ നയതന്ത്രൻ, ഫ്രാൻസിന്റെ പടത്തലവൻ, സാന്റിയാഗോ ബെർണബ്യൂയുടെ സ്വന്തം സിനദീൻ സിദാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എന്ത് സാധനല്ലേ ഇപ്പൊ കണ്ടത്? റൊണാൾഡോ മാസ്റ്റർ ആ എടാ ഞാൻ അല്ല വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാന്. ഇപ്പൊ ഈ ഇന്റർനാഷണൽ പ്ലെയറിന് ഇപ്പൊ കോച്ചൊക്കെ ആവണം എന്നുള്ളൊരു സാധനം ലോകത്തെ ഇപ്പൊ എക്സാമ്പിൾ പോർച്ചുഗീസിന്റെ അല്ല പോർച്ചുഗലിന്റെ പ്ലെയർ ആയിട്ടുള്ള ഒരു പ്ലെയറിന് ഇപ്പൊ റിട്ടയർമെന്റിനൊക്കെ ശേഷം വേറെ ഏതെങ്കിലും ഒക്കെ ടീമിന്റെ ഇന്റർനാഷണൽ ടീമിന്റെ കോച്ചൊക്കെ ആവാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങേരില്ലേ ഇപ്പൊ നമ്മുടെ പോർച്ചുഗലിലെ കോച്ച് സ്പെയിൻകാരനാണ്. ആണോ? ഉം. ഓ അങ്ങനെ പറ്റുമല്ലേ? റോബർട്ടോ മാർട്ടിനസ്. അപ്പൊ ഈ പറയണ മറ്റേ ഇതൊന്നും ഇല്ല, മറ്റേ നാഷണാലിറ്റി ഒന്നും മാറണ്ട? ഇല്ലില്ല, അതൊന്നും പ്രശ്നമില്ല. കോച്ചിനല്ലേ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലേയേഴ്സിന് മാത്രമുള്ളല്ലേ നാഷണൽ? ബ്രസീലിന്റെ കോച്ച് ഇറ്റാലിക്കാരനാണ്, ആഞ്ചലോട്ടി. ഓക്കെ എനിക്ക് അറിയത്തില്ല, അത് ചോദിച്ചു. പ്ലേയേഴ്സ് മാത്രം മസ്റ്റായിട്ടും ക്രിക്കറ്റ് പോലെ തന്നെ. ഓക്കെ ടർഫ് തുടങ്ങിയോ? ഇല്ലല്ലോ, ഇല്ല തുടങ്ങിയിട്ടില്ല. സിനിമ പീക്ക് ഫുട്ബോൾ ലോഡിങ്. സത്യല്ലേ? രാജമോഹൻ സത്യല്ലേ? 3 യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒരാൾ നിക്കണ നോക്ക്. ഇപ്പോഴും ഉണ്ട്. റൊണാൾഡോ ഫാൻ അത് പത്തനംതിട്ട കറണ്ട് വന്നു. സെമി ഫൈനലിന്റെ കാര്യമാണോ പറയുന്നത്? പൊട്ടാ എടാ എന്നവരെ ഉണ്ടാവും അവിടെ ഫുട്ബോൾ? ഇപ്പൊ 14-15 കളിയുണ്ട്. എടാ നീ അല്ലടാ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഡിസംബർ വരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? നീ 2 മാസമാണ് വേൾഡ് കപ്പ്. അതെ, ഡിസംബർ ഇവിടെ ആരോ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇവൻ തന്നെ 20-ാം തീയതി കളി തീരും, ജൂലൈ 20-ാം തീയതി. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുഴുവൻ ദേശീയ പ്രശ്നമാണ്. വാനമ്പ്യാരെ രാജമോഹൻ ഒന്നും മുട്ടി നോക്കാം. സത്യം എന്നാടാ കളി? നാളെ ഫ്രാൻസും സ്പെയിനും എത്ര മണിക്കാ? നാളെ 11:00. 11:00 നാളെ രാത്രി 11:00 കളി? എനിക്ക് എന്താ തോന്നുന്നത്, സ്പെയിൻ ജയിക്കുമെന്ന് എനിക്കൊരു ചെറിയൊരു ഞാൻ എന്റെ RDR വാഗ്ദാനം കൊടുത്തും പോയി. അടിക്കും കളി 12:00. രാജമോനെ ചെയ്ത് കളി രാജമോനേക്ക്. 19 വയസ്സുള്ളല്ലേ ഇവന്? 19 വയസ്സുള്ളൂ. മോളിലിങ്ങനെ 19 വയസ്സ്. എംബാപ്പയ്ക്ക് എത്ര വയസ്സുണ്ട്? 23. എംബാപ്പയ്ക്ക് 27. എന്നാലും ഒരു 39-40 ഇവിടെ ഇരിക്കുന്നുണ്ടോ? യമാലിനെക്കാലം 20 വയസ്സ് മൂത്തതാണ്. യമാലിനെക്കാലം 20 വർഷം. എന്റെ അമ്മോ, അത് എന്ത് കമ്പാരിസൺ അല്ലേ? ഡബിൾ അവർക്കെന്റെ ചാവ് കാണും. കുലകുളി അടിയന്തരത്തിന് ചോറും തിന്നും. തന്നില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും വെള്ളക്ക് ഉണ്ട കയറ്റി തന്നെ കൊണ്ടുവരും. തൊട്ടില്ല ചെയ്യണം. മുന്നിൽ പോയി നിൽക്കില്ല, വിട്ടുക്ക് വരയ്ക്കും. കെച്ചിയത് കാത്തിക്കും വരഞ്ഞറിയ പിള്ളേര്. എടാ ഒരു പോൾട്ടേടാ, ആർക്കാ വോട്ട് കൂടുതൽ നോക്കട്ടെടാ? 4 ടീമിന്റെ പോൾട്ടേ.
പെട്ടെന്ന് ഇട്ടടാ നോക്കട്ടെ. A player created a fully functioning computer inside Minecraft, seeing a player create a Minecraft inside a Minecraft. of Minecraft. You mean to play Minecraft, right? Because you can't build computers inside of the game. Creating the biggest redstone invention Minecraft has ever seen. 3 of the best redstone users came together to build a functioning computer inside the game. Okay, that's impressive, but I'm sure it doesn't work. There are 8 kilobytes of redstone memory. What? 6 kilobytes of graphics memory. There are full-on hardware acceleration units. Dude, they somehow made 256 gigabytes of RAM. That's better than any computer I've ever had. The size of the graphics processor is 1.3 million blocks big. How do you do അവന്റെ ജീവിതം അതിനകത്ത് കളഞ്ഞിട്ടുണ്ടാവല്ലേ? സത്യം കേട്ടോ, നല്ല ഇൻവെസ്റ്റ് ചെയ്താണ്. this inside of the game? And the computer screen is 96 by 64 pixels. Okay, but surely this computer doesn't work because it's made of redstone. With all of these components, it allowed the players to play Minecraft inside of Minecraft. They played Minecraft inside of Minecraft? That is correct. So what's stopping us from playing other games inside of Minecraft? Nothing. സ്കൈഡാക്സ് ബോള് ടർഫ് സ്റ്റാർട്ട് നോക്കിയ ടർഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്ലാഷ് ബോൾ അടിക്കണ്ട ഗൈസ്, ബോൾട്ട് ഓട്ടോമാറ്റിക് വരും. ഇല്ല ടഫ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഈ സ്കൈഡാർസ് എടാ ഇവനൊക്കെ ഉണ്ടല്ലോ, ആവശ്യമുള്ളപ്പം ഇല്ലാത്തപ്പോഴൊക്കെ ഇവിടെ വന്നിരുന്ന് വായ്ത്താളം അടിച്ചിരിക്കും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, എന്റെ കോലത്തിലൊന്ന് ക്ഷമിച്ചായിരുന്നു. ഈ മറ്റേ ഫിഫ കിഡ് അർജന്റീന കാശ് കൊടുത്തു. ഈ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിന്റെ നെറ്റ്വർത്തും നിങ്ങളുടെയൊക്കെ സ്വയം പ്രഖ്യാപിത കുറെ ആടുകളുടെ പോക്കറ്റിലെ കാശും കൂടെ ഒന്ന് നോക്കണം. 10 ഇരട്ടി കാണും. ദാമക്ക് കൈ കുരുവാ എടുത്ത് കൊടുക്കാൻ. ഈ 79 മിനിറ്റ് വരെ ആ റഫറി അച്ചാന്ന് വിളിച്ചവന്മാര് വരെ ഇതിലുണ്ട്. 79 മിനിറ്റ് കഴിഞ്ഞപ്പോ അങ്ങേരെ അച്ഛനെ വിളിക്കാൻ തുടങ്ങി. അല്ല ഇനി മനസ്സിലാവില്ല. അത് അത്രയും നേരം അർജന്റീനയും കാശ് കൊടുക്കാൻ പറ്റില്ല, ബാങ്ക് സെർവർ ഡൗൺ ആയിരുന്നു. എങ്ങനെയൊക്കെ കിടന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീയൊക്കെ എന്തിനീ പരസ്പരം കമന്റ് ബോക്സിൽ ചെന്നിരുന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോ നിന്റെ അമ്മയുടെ അച്ഛന്റെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ മാമീന്റെയും കൊച്ചച്ഛന്റെയൊക്കെ മക്കളാ മെസ്സി റൊണാൾഡോ ഒക്കെ. ആ ഒരു സ്പിരിറ്റ് ആ ഒരു ഇത് എല്ലാം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കണ അച്ഛനമ്മയും പിടിച്ചിടുന്ന എന്തിനാടാ ഇതില്? പൊട്ടന്മാരാണ്. നിനക്കൊക്കെ തലച്ചോറ വേറെ വല്ലതാ ഇരിക്കണത്. വേറെ കുറെ ഇന്നലെ റൊണാൾഡോയുടെ കുറെ ഫ്ലക്സ് കുത്തി കീറിയിട്ട് മാസം എന്ന് പറഞ്ഞിട്ട് തീട്ട നീയൊക്കെ കൂടുതൽ ഡെക്കറേഷൻ വേറെ രീതിയിലാണ് ഇത് കൊണ്ടുപോകണത്. മറ്റേ പാലസ്തീൻ പ്രശ്നം, ഇസ്രായേലിന്റെ ഫ്ലാഗ് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടാൻ നിൽക്കരുത്. നല്ല കളി കാണുമ്പോൾ ആസ്വദിച്ച് അങ്ങ് എണീച്ച് പോകാം. രാവിലെ എണീച്ച് ജോലിക്ക് പോയില്ലടാ, ഞാനും പോണു. ബൈ എന്ത് ട്രാൻസ്ഫറിനാണ് കാര്യം പറഞ്ഞിട്ട് പോയതല്ലേ? നമുക്ക് പോയട്ടാ. ഫ്രാൻസ് 41%, അർജന്റീന 52%, സ്പെയിൻ 4%, ഇംഗ്ലണ്ട് 4%. 3300 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക്, 3000 പേര് ഫ്രാൻസിന്. നാളെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ സ്പെയിൻ ജയിക്കും. നാളെ ആരൊക്കെ? സ്പെയിനും ഫ്രാൻസോ? ഫ്രാൻസ് സ്പെയിൻ പ്രശ്നക്കളി. പോൾ കാണില്ല, ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ് കറന്റ്ലി ഉള്ള പോൾ. ഇതാണ് 4400 പേര് വോട്ട് ചെയ്തേക്കുന്ന അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫ്രാൻസ് ആണ് അത് കഴിഞ്ഞുള്ള. എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിന് നല്ല ഫാൻ ബേസ് ഉള്ള ടീമാണോ അതോ മെസ്സിയെ ഇഷ്ടമല്ലാത്തോണ്ട് വോട്ട് ചെയ്യുന്നതാണോ? ഇപ്പം കുറച്ചുപേര് അങ്ങനെ കയറിയിട്ടുണ്ട്. ബ്രസീലും പോർച്ചുഗലും അതെ, എംബാപ്പനെയൊക്കെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ കാട്ടി കൂടുതൽ ഇതിന്റെ എംബാപ്പയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ല ടീം ആണല്ലോ അത് വരെ. ഫ്രാൻസ് അടിപൊളി ടീമാണ്. ഫ്രാൻസ് അടിപൊളി ടീമാണ്. അതന്നെ ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ കാട്ടി കൂടുതൽ ഹേറ്റേഴ്സ് ആയിട്ട് ഈ അർജന്റീന ഹേറ്റേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്തവന്മാരാണ്. മനസ്സിലായ? ഫ്രാൻസ് അർജന്റീന ഏകദേശം കട്ടക്ക് ഉണ്ട് കേട്ടോ. 49% അർജന്റീനയ്ക്കും 43%. ഇത് നമ്മുടെ അകത്താണ്. ടർഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിസ്റ്റ്. ഓക്കെ,